കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് 2018 പ്രളയത്തിൽ ഈ നാടിനെ രക്ഷിച്ച സൈന്യമാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ. അത് ഈ അവസരത്തിൽ വീണ്ടും ഞാൻ സർക്കാരിന് വേണ്ടി അഭിമാനപൂർവ്വം ഓർക്കുകയാണ്. അവരുടെ ജീവിതത്തിന് കൂടുതൽ സുരക്ഷയും കരുതലും ഉണ്ടാകണം എന്നാണ് ഗവൺമെന്റ് ആഗ്രഹിച്ചത്. ആ കരുതലിന്റെയും സുരക്ഷിതത്തിന്റെയും ഭാഗമായിട്ടാണ് കടലിന്റെ മക്കൾക്ക് പുനർഗേഹം എന്നൊരു പദ്ധതി 2500 കോടി രൂപ ചെലവിൽ പിണറായി വിജയൻ ഗവൺമെന്റ്, ഒന്നാം ഗവൺമെന്റ് ആവിഷ്കരിച്ചത്. കടലിന്റെ മക്കൾക്ക് കടലെടുക്കാത്ത ഒരു ജീവിതം ഉണ്ടാക്കുക, ആ നിശ്ചയദാർഢ്യത്തിന്റെ അടയാളമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന സഫലമെന്ന ഫ്ലാറ്റ് സമുച്ചയം. ഈ പദ്ധതി ആവിഷ്കരിക്കാൻ ഇടവന്ന കാരണം പ്രകൃതിക്ഷോഭങ്ങളും വേലിയേറ്റങ്ങളും തീരദേശ ജീവിതത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയാണ്. വേലിയേറ്റ രേഖയിൽ നിന്നും ഏകദേശം 50 മീറ്റർ ഉള്ളിൽ താമസിക്കുന്ന ആളുകളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. ഭവനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വഴിയോരങ്ങളിലും ഗോഡൌണുകളിലും സർക്കാർ കെട്ടിടങ്ങളിലും ഒക്കെയായി അനാഥത്വം പേറി ജീവിക്കുകയാണ് അവർ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചത്. ഇതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫിഷറീസ് വകുപ്പിന്റെ ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്നുമായി ഈ തുക കണ്ടെത്തി നമ്മൾ ഈ പദ്ധതി നടപ്പാക്കുകയാണ്. ഒരു വീട് എന്നതിലുപരിയായിട്ട് അന്തസ്സുള്ള ഒരു ജീവിത സാഹചര്യം എല്ലാവർക്കും ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതി വഴി സർക്കാർ ലക്ഷ്യമിട്ടത്. അത് അങ്ങേയറ്റം സാധിച്ചു എന്നതാണ് അഭിമാനത്തോടെ എനിക്ക് പറയാനുള്ളത്. ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കടൽക്ഷോഭം മൂലം വീട് തകർന്ന ഒരുപാട് ആളുകൾ വിവിധ സ്ഥലങ്ങളിലായി അവര് ഒറ്റപ്പെട്ട് താമസിക്കേണ്ടി വന്നു. അത് ഈ ഗവൺമെന്റ് വരുന്ന അതിനു മുമ്പുള്ള 2016 മുമ്പുള്ള കാലത്തെ പ്രകൃതിക്ഷോഭം. പക്ഷേ 2014 ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോ അവരെല്ലാം പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പദ്ധതി നമ്മൾ തയ്യാറാക്കുമ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായി ഇന്നിപ്പോ കേരളത്തിലെ ഒരു ഗോഡൌണിലും ഒരു സർക്കാർ കെട്ടിടത്തിലും അനാഥത്വം പേറുന്ന ഒരു മത്സ്യത്തൊഴിലാളിയും ഇല്ല എന്ന അഭിമാനകരമായ നേട്ടമാണ് നമ്മൾ നേടിയത്. ഒരാളുമില്ല. ഇവിടെ ഇപ്പൊ അപേക്ഷകര് കുറവാണ്. 204 ഫ്ളാറ്റുകളിൽ അപേക്ഷകർ കുറവായതുകൊണ്ട് ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള അല്ലെങ്കിൽ അതിദരിദ്രരായിട്ടുള്ള ആളുകളെ നമ്മളിപ്പോ കണ്ടെത്തി അവർ കൂടെ സഹായം ചെയ്യുകയാണ്. തിരുവനന്തപുരം ജില്ല മാത്രമേ ഉള്ളൂ ഇപ്പോ കാര്യമായി അപേക്ഷകരുള്ളത്. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ കൊടുത്തു കഴിഞ്ഞു. 9108 കുടുംബങ്ങളാണ് ഈ തരത്തിൽ മാറി താമസിക്കാൻ അല്ലെങ്കിൽ വീടില്ലാത്തവരായിട്ടുണ്ടായിരുന്നത്. അതിന് 5478 വീടുകളാണ് നമ്മളിപ്പോ ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിലെത്തിയത്. 3498 വീടുകളുടെ താക്കോൽ കൊടുത്തു കഴിഞ്ഞു. ഈ സഫലം ഫ്ളാറ്റ് ഉൾപ്പെടെ 1980 ഫ്ളാറ്റുകൾ ഇപ്പോ താക്കോൽ കൊടുക്കാനുള്ളതിന്റെ നിർമ്മാണം ദ്രുതഗതി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാറി താമസിക്കാൻ സംബന്ധിച്ചിട്ടുള്ള ആളുകൾ ഇനി 3630 പേർക്ക് മാത്രമേ ഭവനം കൊടുക്കാനുള്ളൂ. അതിന് പ്രധാനപ്പെട്ട പ്രശ്നം കടൽ പ്രദേശത്തുനിന്ന് ദൂരേക്ക് മാറി താമസിക്കാൻ മത്സ്യത്തൊഴിലാളികൾ തയ്യാറല്ല. അപ്പൊ തൊട്ടടുത്ത് തന്നെ ഭൂമി കണ്ടെത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മൾ അലട്ടുന്നത്. ഇപ്പോ നമ്മള് വലിയ തുറയിൽ 400 ഫ്ളാറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചാണ് താക്കോൽ കൊടുത്തത്. ഒരു ഫ്ളാറ്റിന് 30 ലക്ഷം രൂപ ചെലവ് വരും. അത് 10 ഏക്കർ സ്ഥലം സർക്കാർ ഭൂമി നമ്മള് മൃഗസംരക്ഷണ വകുപ്പിന്റെ എടുത്ത് അവർക്ക് പകരം സ്ഥലം കൊടുത്തിട്ടാണ് നമ്മൾ ആ സ്ഥലത്ത് 400 ഫ്ളാറ്റ് പണിത്. സ്ഥലത്തിന്റെ ലഭ്യത ഒരു പ്രശ്നമാണ് നമ്മൾ അലട്ടുന്നത്. എന്തായാലും ശരി,
ഈ 3630 ആൾക്ക് കൂടി ഇത് കൊടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ നമ്മൾ ഉടനെ സ്വീകരിക്കും. ഇപ്പൊ തന്നെ തിരുവനന്തപുരത്തെ കാരാട്, വലിയതുറ, ഭീമാപ്പള്ളി, മുട്ടത്തറ, കൊല്ലത്തെ QSS കോളനി, മലപ്പുറത്തെ പൊന്നാനി, ഉണ്ണിയാല്, ഇവിടെ എല്ലാം തന്നെ ഈ സമുച്ചയങ്ങൾ പണിത് പൂർത്തീകരിച്ചു കൊടുത്തു. ഇവിടെ മണ്ണമ്പുറത്ത് 204 ഫ്ളാറ്റുകളാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടമായി നിർമ്മാണം പൂർത്തിയാക്കിയ 84 ഫ്ളാറ്റുകളാണ് ഇന്ന് ഗുണഭോക്താക്കൾ സമർപ്പിക്കുന്നത്. ഈ മണ്ണമ്പുറം പദ്ധതിക്കായി 26.5 കോടി രൂപയുടെ ഭരണാനുമതിയാണ് സർക്കാർ നൽകിയത്. ഫ്ളാറ്റ് നിർമ്മാണത്തിന് പുറമെ STP പ്ലാന്റ്, വൈദ്യുതി, ശുദ്ധജലം, ചുറ്റുമതിൽ തുടങ്ങിയ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കി. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത, ഇത് പുനർഗേഹ ഗുണഭോക്താക്കൾ മാത്രമായി പരിമിതിപ്പെടുത്തിയിട്ടില്ല. തീരദേശത്തെ ഏറ്റവും അർഹരായ 40 അതിദാരിദ്ര്യ കുടുംബങ്ങൾക്കും ഇവിടെ ഇടം നൽകിയിട്ടുണ്ട്. കൂടുതൽ കായംകുളം പ്രദേശത്തു നിന്നാണ് അങ്ങനെയുള്ള ആളുകളെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കൂടാതെ ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും ഇതുവരെ ഭവനം ലഭിക്കാത്ത ഭൂരഹിതരായ മത്സ്യത്തൊഴിലാളികൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ സർക്കാർ മാർഗരേഖകൾ ആവശ്യമായ മാറ്റവും വരുത്തിയിട്ടുണ്ട്. ഈ കരുതലാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. നിലവിൽ മാറി താമസിക്കാൻ സന്നദ്ധത അറിയിച്ച ബാക്കിയുള്ള കുടുംബങ്ങളെ കൂടി വരും വർഷങ്ങളിൽ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്.